ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 17 ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹൗ ടു മേക്ക് യുവർ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്സ് ദാറ്റ് സെൽ. അതായത് നമുക്ക് ഒരു ഫോളോവേഴ്സും ഇല്ലാതൊരു പേജ് തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം തന്നെ എങ്ങനെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്ത് നമുക്ക് പോസ്റ്റ് ഇടുന്നതനുസരിച്ച് സെയിൽസ് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ബിസിനസ് റിലേറ്റഡ് ടിപ്സാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ഇടേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ആദ്യം തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ കുറച്ച് ഫോളോവേഴ്സേ ഉള്ളല്ലോ, ആര് വാങ്ങിക്കും എന്നൊക്കെ പറയുന്ന കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പേജിനകത്ത് നിങ്ങൾക്ക് തുടങ്ങാം. പക്ഷേ നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ കാണാനൊന്നും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 25 പോസ്റ്റേ ഉള്ളെങ്കിലും ഇപ്പോൾ ഒരു പേജിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങളൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സെറാമിക്കിൻ്റെ കപ്പും പ്ലേറ്റും സെല് ചെയ്യുന്ന ഒരു സ്റ്റോറാണെന്ന് വെച്ചോ. അപ്പം നിങ്ങൾ ആദ്യത്തെ തൊട്ട് 25ാമത്തെ പോസ്റ്റ് വരെ കൺസിസ്റ്റൻ്റായിട്ട് ഈ ഒരു പ്ലേറ്റാണ് എൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്, ഡെക്കേഴ്സും ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ അതിനകത്ത് നിങ്ങളുടെ കാര്യങ്ങൾ വേറെ ബന്ധമില്ലാത്ത വീഡിയോസൊക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അൺഫോളോ അടിച്ച് അവർ പിന്നെ നമ്മളെ ഫോളോ ചെയ്യാതെയും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കാതെയും വരും. സോ നമുക്കൊരു പുതിയ പേജ് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പം ജസ്റ്റ് 10 അല്ലെങ്കിൽ 50 പോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് അറിയാം നമ്മളത് കൺസിസ്റ്റൻ്റായിട്ട് ഒരു നിഷിൽ ഒരേ തീമിലാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. വാട്ട് ടു എക്സ്പെക്റ്റ് എന്നുള്ളത് ഈ പേജിൽ നിന്ന് ആൾക്കാർക്കറിയാം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് എ ക്ലിയർ ഗോൾ. അതായത് നിങ്ങൾക്ക് ആദ്യം ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെയിൽസ് ആണോ വേണ്ടേ, ഫോളോവേഴ്സ് ആണോ വേണ്ടേ, അതോ നിങ്ങൾക്ക് അവയർനെസ് ആണോ, ആൾക്കാർ ജസ്റ്റ് അറിഞ്ഞാൽ മതിയോ? അപ്പോൾ അതിൻ്റെ ഒരു ഗോള് നിങ്ങൾക്ക് വേണം. അതിനനുസരിച്ചുള്ള വീഡിയോസ് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോ പ്രോഡക്റ്റ് ക്ലിയർലി. അതായത് നല്ല ബ്രൈറ്റ് ഹൈ ക്വാളിറ്റി ഫോട്ടോസിൽ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നല്ലൊരു കുർത്തിയുടെ വീഡിയോ ആണ് ഇടുന്നത് പ്രോഡക്റ്റിൻ്റെ, പക്ഷേ നിങ്ങൾ ഇരുട്ടത്ത് ഒരു വെട്ടമില്ലാത്ത മുറിയിലൊരു ഫോട്ടോയോ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് എത്ര നല്ലതെന്ന് പറഞ്ഞാലും ആരും വന്ന് വാങ്ങിക്കത്തില്ല. പക്ഷേ നിങ്ങൾ ഡേ ലൈറ്റിൽ നല്ലൊരു നേച്ചറിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് ഡേ ലൈറ്റിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണ്ട, സിമ്പിളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും പ്രോഡക്റ്റ് നന്നായിട്ട് കണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്തായാലും അത് എൻക്വയർ ചെയ്യും, അവരുടെ ആവശ്യത്തിന് അവർ വാങ്ങിക്കും. അതുപോലെ തന്നെ ആഡ് പേഴ്സണൽ ടച്ച്. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ഡമ്മിയിൽ ഒരു മാനിക്വിനിലൊരു കുർത്തി ഇടുന്നതിനെക്കാട്ടിലും നിങ്ങളാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫേസ്, അതായത് ഇപ്പോൾ ജ്വല്ലറി ആണെങ്കിൽ നിങ്ങൾ കമ്മലാണെങ്കിൽ ഫേസ് കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈ കാണിച്ച് നിങ്ങൾ എന്തെങ്കിലും ഇപ്പം ഫുഡൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ കാണിക്കുന്നു. ജസ്റ്റ് ഇപ്പം അച്ചാറാണെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യുവാണ് പിക്കിൾ, ഇപ്പോൾ ഒരു മാംഗോ പിക്കിൾ, അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന കാണിക്കുവാണെങ്കിൽ ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. കൈ ആണെങ്കിൽ പോലും ഒരു ഹ്യൂമൻ ടച്ച് അതിനകത്ത് വരുന്നുണ്ട്. അതാണ് പേഴ്സണൽ ടച്ച് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഫോട്ടോ ഒരു മൂവ്മെൻ്റ് ഇല്ലാത്തൊരു ഫോട്ടോ ഇടുന്നതിനെക്കാട്ടിലും എപ്പോഴും ബെറ്റർ അങ്ങനെയാണ്. അതുപോലെ തന്നെ റൈറ്റ് സിമ്പിൾ ക്യാപ്ഷൻസ്, ഷോർട്ട് ആൻഡ് ഈസി. സിമ്പിൾ ആൻഡ് ഈസി ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ക്യാപ്ഷൻസ് വേണം, മനസ്സിലാവുന്ന ക്യാപ്ഷൻസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ യൂസ് സ്റ്റോറി ടെല്ലിംഗ്. ടെൽ വൈ ഓർ ഹൗ യു മെയ്ഡ് ദ പ്രോഡക്റ്റ്. ഇപ്പോൾ ഓരോ ക്രോഷോയിങ് ഉണ്ട്, ഓരോ പ്രോഡക്ട്സ്, അതായത് കിഡ്സിൻ്റെ ബേബി ബണ്ണി ടോയ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവരുടെ സ്റ്റോറി, അതായത് എങ്ങനെ അത് ഉണ്ടാക്കി, എങ്ങനെ അത് ഒരു പ്രോഡക്റ്റ്, ഒരു ബണ്ണി അല്ലെങ്കിൽ ഒരു മങ്കി അല്ലെങ്കിൽ ഒരു ജിറാഫിലോട്ട് എത്തി, എങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അവരൊരു മോമാണെങ്കിൽ ഇപ്പം ബേബി ഉറങ്ങുന്ന സമയത്ത് അവർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോറീസൊക്കെ കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ബെനിഫിറ്റ്സ് നോട്ട് ഫീച്ചേഴ്സ്, ഫോക്കസ് ഓൺ പ്രോബ്ലം സോൾവിങ്. അതായത് നിങ്ങൾ ഇപ്പം അതിൻ്റെ ഫീച്ചേഴ്സ്, ഇപ്പം നിങ്ങൾക്കൊരു ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുർത്തി ഉണ്ട്, ഒരു വീനെക്ക് കുർത്തി, ഷോർട്ട് സ്ലീവ് കുർത്തി ഉണ്ടെന്ന് വെച്ചോ. അപ്പം ഈ നമ്മൾ ഈ കുർത്തിയുടെ ഫീച്ചേഴ്സ് ഒത്തിരി, ഇത് വീനെക്കാണ്, ഇതിന് ഇത്രയും ലെങ്ത് ഉണ്ട്, ഇത്ര ഇഞ്ചാണ് അതിൻ്റെ കൈ, അല്ലെങ്കിൽ ഇത്ര ഇഞ്ചാണ് അതിൻ്റെ നെക്ക്, അതൊക്കെ പിന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ സിമ്പിൾ പ്രോബ്ലം സോൾവിങ്, നമ്മളൊരു കോട്ടൺ കുർത്തി എടുക്കുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അത്രയും ബ്രീത്തബിൾ ഫാബ്രിക്കാണ്. കോട്ടനാന്ന് പറയുമ്പോൾ തന്നെ ഈ സമ്മേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു പ്രോബ്ലമാണ് അവിടെ സോൾവ് ചെയ്യുന്നത്. അത് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഉറപ്പായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന എന്തിനാണ്, നമ്മുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. നമുക്കിപ്പം എന്തുകൊണ്ടാണ് ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നത്, ഒന്നെങ്കിൽ നമുക്ക് ഡ്രസ്സ് പുതിയതില്ല ഒരു ഫങ്ഷൻസിന് എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഇടാനായിട്ട് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സില്ല, പുറത്ത് പോകാനായിട്ട് ചൂടാണ്, അപ്പം അവർക്ക് ഒത്തിരി സ്വെറ്റ് ചെയ്യുന്ന ഈ ഒരു ഹ്യൂമിഡ് സമ്മർ ക്ലൈമറ്റിൽ നമുക്ക് നൈലോണും അല്ലെങ്കിൽ അങ്ങനത്തെ വൂളനും സ്വെറ്റേഴ്സൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും ഇപ്പം അല്ലാത്ത കുറേ ഫാബ്രിക്സും ഉണ്ട് സിന്തറ്റിക്കായിട്ടുള്ള മിക്സ് വരുന്നത്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇടുമ്പോൾ തന്നെ നമ്മൾ വിയർക്കാൻ തുടങ്ങും, ഒരു കാറ്റ് കയറാത്ത ഫാബ്രിക് ആയതുകൊണ്ട്. പക്ഷേ കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമ്മൾ വിയർക്കുമെങ്കിൽ പോലും മാക്സിമം നമുക്ക് എയർ കയറുന്ന ഒരു ഫാബ്രിക്കാണത്. അപ്പം ഇനിയിപ്പം മാക്സിമം വിയർക്കത്തില്ല, വിയർത്താൽ പോലും നമ്മുടെ ബോഡിയിൽ നിന്ന് നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പം ഒരു നൈലോണോ അല്ലെങ്കിൽ ഒരു സിന്തറ്റിക് ഫാബ്രിക് യൂസ് ചെയ്യുന്ന പോലെ അല്ല. അപ്പം അങ്ങനത്തെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ വീനെക്കാണ്, ഷോർട്ട് സ്ലീവാണ്, പക്ഷേ ഇത്ര ഇഞ്ചാണ് നെക്ക്, ഇത്ര ഇഞ്ചാണ് കൈ, അതൊക്കെ അവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ ഫീച്ചേഴ്സ് ചോദിച്ചോളും ഡീറ്റെയിൽ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് പറയാം ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ എല്ലാവർക്കും അറിയേണ്ടത് എന്ത് പ്രോബ്ലം അത് സോൾവ് ചെയ്യും എന്നുള്ളതാണ് ഓരോ പ്രോഡക്ട്സും. അതുപോലെ തന്നെ ആഡ് CTA, അതായത് കോൾ ടു ആക്ഷൻ. നമ്മളെപ്പോഴും ഓരോ വീഡിയോ ഇട്ടതിന് ശേഷവും അതിൻ്റെ ലാസ്റ്റിലോ, ആ വീഡിയോയുടെ ലാസ്റ്റിലോ ടെക്സ്റ്റായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് DM to order അല്ലെങ്കിൽ ലിങ്ക് ഇൻ ബയോ എന്നുള്ളത്, അത് അവരെങ്ങനെ ഓർഡർ ചെയ്യണം എന്നുള്ളത് ഓരോ സമയത്തും നിങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരത് മിസ്സാവും. ചിലപ്പോൾ ഇതൊരു നോർമലി ഏതൊരു ഒരു പേഴ്സണൽ ചാനലിൽ നിന്ന് വരുന്ന ഒരു വീഡിയോ ആയിരിക്കും, സ്ക്രോൾ ചെയ്യുമ്പോൾ അവർ കാണുന്നതായിരിക്കും എന്ന് വിചാരിക്കും. സോ അതൊരു ബിസിനസ് പേജാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മൾ ഇങ്ങനെ CTA ആഡ് ചെയ്യണം. അതുപോലെ തന്നെ യൂസ് 5 to 10 റെലവൻറ്റ് ഹാഷ്ടാഗ്സ്. അതായത് നമുക്കതിനകത്തൊരു 10, 30, 50 എണ്ണം ഒന്നും ഹാഷ്ടാഗ്സിൻ്റെ ആവശ്യമില്ല. പണ്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. അത് 50 എണ്ണമൊക്കെ ഉള്ളത് 30 കുറച്ചു. ഇപ്പം നമുക്ക് വെറും വേണ്ട ഒരു 5 or 10 എണ്ണം റെലവൻ്റായിട്ടുള്ളത് മാത്രം മതി. അതായത് പ്രോഡക്റ്റ്, ഇപ്പം നിങ്ങളൊരു ഈ പറയുന്ന കുർത്തിയാണെങ്കിൽ നിങ്ങൾക്ക് കുർത്തീസ് എന്നിടാം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ജയ്പൂരി കുർത്തിയാണെങ്കിൽ ഹാഷ്ടാഗ് ജയ്പൂരി കുർത്തി എന്നിടാം. അതുപോലെ തന്നെ ലൊക്കേഷൻ, ഇപ്പോൾ നിങ്ങൾ എറണാകുളത്താണ് ചെയ്യുന്നതെങ്കിൽ ഹാഷ്ടാഗ് എറണാകുളം, അല്ലെങ്കിൽ എറണാകുളം ബുട്ടീക്സ്, എറണാകുളം ഓൺലൈൻ സ്റ്റോർ, അങ്ങനെ പലതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കും. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ പോസ്റ്റ് ഇൻ ഗുഡ് ലൈറ്റ്, അത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട്, ഇപ്പോൾ എത്ര നല്ല ഉടുപ്പാണ്, എത്ര നല്ല കമ്മലും മാലയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇരുട്ടത്തും ഒരു ക്ലാരിറ്റി ഇല്ലാതെയും ഒരു ലൈഫ് ഇല്ലാതാക്കുക പ്രോഡക്റ്റിനെ. സോ നമ്മളെപ്പോഴും നല്ല ലൈറ്റ്, രാത്രിയാണെങ്കിൽ നിങ്ങൾക്ക് റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാം നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത്, പക്ഷെ രാവിലെ ആണെങ്കിൽ നാച്ചുറൽ ലൈറ്റ്, സൺലൈറ്റ് തന്നെ യൂസ് ചെയ്യാം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഷോ പ്രോഡക്റ്റ് ഇൻ യൂസ്, ലൈഫ് സ്റ്റൈൽ ഫോട്ടോസ് സെൽ മോർ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ കൂട്ട്, ഇപ്പോൾ ഒരു സിൽവർ ജ്വല്ലറി ഒരു സെറ്റാന്ന് വെച്ചോ, ഒരു കമ്മലും മാലയും, നിങ്ങളത് ചുമ്മാതെ ഫ്ലാറ്റിലെ താഴെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു, ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു ഒരു ഡെക്കറേറ്റ് ഉണ്ടെന്ന് വെച്ചോ. പക്ഷേ എന്നാൽ പോലും ഒരാൾ
ഇട്ടിട്ടാണ് ജസ്റ്റ് ഒരു സാരി പോലെയൊക്കെ ഒന്ന് ഉടുത്തിട്ട് ഒരു എന്താണ് കമ്മലും മാലയും ഇട്ടിട്ടാണ് വീഡിയോയോ ഫോട്ടോസ് എടുക്കുന്നത്. എസ്പെഷ്യലി വീഡിയോസ് അതൊക്കെ വൈറലാവാനും അതുപോലെ തന്നെ പെട്ടെന്ന് ആൾക്കാരിലോട്ട് എത്താനും എന്താണ് അവർക്ക് വേണ്ട അനുസരിച്ച് വാങ്ങിക്കാനും ഉള്ള പെട്ടെന്നുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ജസ്റ്റ് ഫോട്ടോസിനെക്കാട്ടിലും ജസ്റ്റ് നിങ്ങൾ താഴെ വെച്ചെടുക്കുന്നതിനെക്കാട്ടിലും ഒരാൾ ഇട്ടെടുക്കുവാണെങ്കിൽ, അതായത് പ്രോഡക്റ്റിന് യൂസ്, അതാണ് ഏറ്റവും ബെറ്ററും. അതുപോലെ തന്നെ ഇൻക്ലൂഡ് എ പ്രൈസ് ഇഫ് പോസിബിൾ. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ടു ആക്ട് ഫാസ്റ്റ്. അതായത് ഇപ്പോൾ പ്രൈസ് കാണുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ അഫോർഡബിളായിട്ട് വെക്കാൻ ഉദ്ദേശിച്ച് നിങ്ങൾ വെക്കുന്നുണ്ടായിരിക്കും. പക്ഷേ മറ്റ് ബ്രാൻഡ്സിനെക്കാട്ടി ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും. പക്ഷേ പ്രൈസ് അറിയാത്തതുകൊണ്ട് ആൾക്കാർ വാങ്ങാതെ പോകുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കും ഓക്കെ അവർ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കും, പ്രൈസ് പറയാം. പക്ഷേ ഈ മിക്ക ആളുകളും കണ്ടിട്ട് അവർക്ക് ചോദിക്കാനോ അതിൻ്റെ റിപ്ലൈ നോക്കാനും കൊടുക്കാനോ എന്നുള്ള സമയമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവർ ചോദിക്കത്തില്ല. സോ ഇപ്പം വന്ന് കൂടുതൽ ആളുകൾ പ്രൈസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒത്തിരി ഇപ്പം ചില ഷോർട്ട് ടേം ഓഫേഴ്സും ഒക്കെ വരുമ്പം നമ്മൾ ആ ഒരു സമയത്ത് റേറ്റ് കുറച്ചിട്ട് പിന്നെ ആ ഓഫർ കഴിയുമ്പോൾ പിന്നെയും മാറ്റി നോർമൽ റേറ്റ് ഇടും. അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയറൻസ് സെയിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പം എൻ്റെ ഒരേ പ്രോഡക്റ്റിൻ്റെ തന്നെ കോസ്റ്റിംഗ് മാറുന്നുണ്ട് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഓരോ ഓഫേഴ്സ് കൊടുക്കും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനും കറക്റ്റായിട്ട് അതിൻ്റെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾ ഉണ്ട്, അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഇടാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ഇടാൻ പറ്റത്തില്ല, നിങ്ങളൊരു പ്രോഡക്റ്റ് ഇട്ടിട്ട് അതേ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതൊരു പിന്നൊരു ഇഷ്യൂ ആവും. കാരണം നമ്മളൊരിടത്ത് വേറെ പ്രൈസിടും, പിന്നെ മറ്റിടത്ത് വേറെ പ്രൈസിടും. ഓഫർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സമയമുള്ളവരൊക്കെ അത് ഫുൾ നോക്കാൻ നമുക്ക് ആക്ച്വലി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തൊരു പ്രൈസ് പിന്നെ ഓഫർ വന്നു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വീണ്ടും വന്നതിൻ്റെ ഇത് മാറ്റണം. ഇപ്പോൾ വെബ്സൈറ്റിലും ഇപ്പോൾ വാട്സപ്പ് കാറ്റലോഗിലൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ ടൈമും നമ്മൾ മാറ്റണം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മാറ്റാനാണ് ഇവർ വരുമ്പം ചോദിക്കുന്ന സമയത്ത് എൻക്വയറി ഉള്ളപ്പം പറയാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത്. സോ പറ്റുവാണെങ്കിൽ നിങ്ങൾ പ്രൈസ് ഇടുക. അത് കുറച്ച് ആൾക്കാർക്ക് ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് വാങ്ങിക്കാനൊക്കെ ഹെൽപ്പാക്കും. പിന്നെ യൂസ് ബ്രാൻഡ് കളേഴ്സ് ഓർ കൺസിസ്റ്റൻറ്റ് ടോൺ. നിങ്ങളിപ്പോൾ ഒരു ബ്ലൂ കളറാണ് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിന് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രാൻഡിന് അത് തന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബിസിനസ് കാർഡിനും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ അത് യൂസ് ചെയ്യുക. എപ്പോഴെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ആഡ് ടെക്സ്റ്റ് ഓവർലേ കെയർഫുള്ളി, ക്ലീൻ ആൻഡ് റീഡബിൾ. ഒത്തിരി വലിച്ചു വാരി ഇപ്പം നമ്മൾ ഈ റീസെല്ലിങ്ങിൻ്റെ പണ്ടത്തെയൊക്കെ ഓരോ ഫോട്ടോസും വീഡിയോസും കണ്ടാൽ അറിയാം, വലിച്ചു വാരി ഓരോ കോഡുകൾ ആന പോലെ അവർ വലുതായിട്ട് എഴുതും. കോഡ്, അതുപോലെ തന്നെ എന്താണ് ഈ സാധനം, അതിൻ്റെ പേര്, പിന്നെ അവരുടെ കടയുടെ പേര്, പിന്നെ അവരുടെ കടയുടെ ലൊക്കേഷൻ, പിന്നെ അവരുടെ കടയുടെ നമ്പർ, ഇതെല്ലാം കൂടെ ഒരു ഫോട്ടോയ്ക്കകത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കും. അത് കാണുമ്പോൾ ആൾക്കാർ പിന്നെ സാധനത്തിലോട്ട് നോക്കത്തില്ല, അവരപ്പം തന്നെ സ്കിപ്പ് അടിച്ച് സ്ക്രോൾ ചെയ്ത് പോകും. മനസ്സിലായി? പിന്നെ ഭയങ്കര ഇറിറ്റേഷൻ വരും നമ്മുടെയൊക്കെ കണ്ണിന്. ചിലപ്പോൾ ആ പേജിനെ വരെ ബ്ലോക്ക് ചെയ്യും എപ്പോഴും കാണുവാണെങ്കിൽ. സോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഭയങ്കര സിമ്പിൾ, ചെറുതായിട്ട് ആവശ്യത്തിന് മാത്രം. പിന്നെ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റൊക്കെ ആവശ്യത്തിന് മാത്രം കണ്ടതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത് ആ ഒരു ആദ്യത്തെ സമയം അല്ലെങ്കിൽ ലാസ്റ്റ് സമയം മാത്രം വെക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ ഫുൾ ടൈം നമുക്ക് വെക്കേണ്ട കാര്യമില്ല, കുറച്ച് സമയം മാത്രം. സോ അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒത്തിരി ക്ലസ്റ്റേർഡും ആയിട്ട് കൺജസ്റ്റഡായിട്ട് ഇരുത്തി ആ പ്രോഡക്റ്റിൻ്റെ ലുക്ക് നിങ്ങൾ കളയരുത്. അതുപോലെ തന്നെ എൻഗേജ് ഇൻ ഫസ്റ്റ് അവർ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻസൊക്കെ വരുമ്പോൾ ഫസ്റ്റ് അവറിൽ തന്നെ റിപ്ലൈ ചെയ്താൽ ഇൻസ്റ്റഗ്രാം നിങ്ങളെ വീണ്ടും കൺസിഡർ ചെയ്തിട്ട് പുഷ് ചെയ്യും നിങ്ങളുടെ പോസ്റ്റും വീഡിയോസൊക്കെ. സോ അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ടാഗ് യുവർ ലൊക്കേഷൻ സോ ദ ലോക്കൽ കസ്റ്റമേഴ്സ് ക്യാൻ ഫൈൻഡ് യു. ലൊക്കേഷൻ ഉള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കുള്ള പോസ്റ്റുകളിലൊക്കെ ഇപ്പോൾ നിങ്ങൾ മലപ്പുറമാണ്, അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്കറിയാം ഓക്കെ ഇത് മലപ്പുറത്താണുള്ളത്. അപ്പോൾ അവരുടെ ആ ഏരിയയിൽ ഇത് പുഷ് ചെയ്യും. അതുപോലെ തന്നെ ആഡ് എ ഹ്യൂമൻ എലിമെൻറ്റ്, ഷെയർ സ്റ്റോറി ഓർ ഇമോഷൻ. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാട്ടൊക്കെ ഇടുന്നതിന് പകരം ഒരാൾ വന്ന് ഇപ്പം
നിങ്ങളുടെ ഒരു ചുരിദാറിൻ്റെ ഇപ്പോൾ ചിക്കൻ കാരി ചുരിദാറാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് നിങ്ങൾ ആ തീമിലോട്ട് എത്തി, അതുപോലെ എന്താണ് എൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി, നിങ്ങളുടെ ലൈഫ് സ്റ്റോറി, അതൊരു ഇമോഷണലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹ്യൂമൻ എലമെൻ്റ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്നത്. യൂസ് കെറൗസൽ പോസ്റ്റ്സ് ഡിഫറെൻറ്റ് ആംഗിൾസ് ആർ യൂസസ്. ഇപ്പോൾ കെറൗസൽ എന്ന് പറയുന്ന സംഭവം അറിയാത്തവർക്ക്, പോസ്റ്റ് അറിയാത്തവർക്ക്, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ വൺ സിംഗിൾ പോസ്റ്റ് ഇടുന്നതിനാണ്. കെറൗസൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ പറ്റും. അതായത് അറ്റ് എ ടൈം നമുക്ക് ഒന്നിലധികം ഫോട്ടോസ് ഇടാൻ പറ്റും. അതായത് എനിക്ക് തോന്നുന്നൊരു 10 or 15 ഇപ്പോൾ എൻ്റെ ഇത് എമൗണ്ട് എണ്ണം കൂട്ടിയിട്ടുണ്ട്. പണ്ടത്രയും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അതിൻ്റെ എമൗണ്ട് കൂട്ടി നമുക്ക് കുറേ ഫോട്ടോസ് ഇടാം. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇപ്പം ഒരു ഫോട്ടോ, ഒരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് പല ആംഗിൾസിൽ, ഇപ്പം എന്താണ്, ഇപ്പോൾ ഒരു കുർത്തിയാണെങ്കിൽ ഫ്രണ്ട്, ബാക്ക്, സൈഡ്, ദൂരെയുള്ള പോസ്റ്റ്, അതിൻ്റെ പ്രിൻ്റ്, അതിൻ്റെ എംബ്രോയ്ഡറി ആണെങ്കിൽ എംബ്രോയ്ഡറി, നെക്ക്, സ്ലീവ് എല്ലാം നമുക്ക് ഓരോ പോസ്റ്റിലും ഡിഫറെൻറ്റ് ആംഗിൾസിൽ കാണിക്കാൻ പറ്റും. അപ്പം അത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റൈറ്റ് ലൈക്ക് യു ടോക്ക്, ഫ്രണ്ട്ലി ആൻഡ് നാച്ചുറൽ. ഇപ്പോൾ നമ്മളൊരു റോബോട്ട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും എഴുതാതെ ഡിസ്ക്രിപ്ഷൻ ഒന്നും എഴുതാതെ പോകുന്നതിനെക്കാട്ടി നല്ലത്, നമുക്ക് സമയമില്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്ലി ആൻഡ് നാച്ചുറൽ ഡിസ്ക്രിപ്ഷൻ തരണേ, ഇതൊക്കെയാണ് എൻ്റെ പ്രോഡക്റ്റിൻ്റെ എന്താണ് കീവേഡ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ChatGPT ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ തരും. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത് യൂസ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നല്ല ഫ്രണ്ട്ലി നാച്ചുറൽ, ആൾക്കാർക്ക് വായിക്കുമ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആഡ് എ ക്ലിയർ കോൺടാക്റ്റ് മെത്തേഡ്. അതായത് എപ്പോഴും നിങ്ങൾ ഇപ്പം മെയിലിലാണെങ്കിലും അല്ലെങ്കിൽ അതായത് ബയോയിലാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോയിലാണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. DM ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ്, അല്ലെങ്കിൽ എന്താണ് വെബ്സൈറ്റിലെ ലിങ്ക് ഉണ്ട്, ലിങ്ക് ഇൻ ബയോ, അതിനെ പറ്റിയൊക്കെ നിങ്ങൾ എപ്പോഴും സംസാരിക്കണം ക്ലിയറായിട്ട്. ഏറ്റവും മെയിനായിട്ടും സ്റ്റേ കൺസിസ്റ്റൻറ്റ്, സിമിലർ ക്വാളിറ്റി ആൻഡ് ടോൺ എവറി ടൈം. നമ്മൾ ഇപ്പോൾ ഇന്ന് നല്ലൊരു ജ്വല്ലറി കൊടുത്തു, നാളെ നമ്മൾ ഒരു എന്തുവാ അത്ര നല്ല ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് കൊടുക്കുന്നത്. സോ അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്ത് അത്രയും ക്വാളിറ്റി ആയിട്ട് തന്നെ എപ്പോഴും എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുക. അപ്പം അതാണ് ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സ്മോൾ ബിസിനസ് ഓണർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ മിസ്സാവാതെ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ 1000 മിസ്റ്റേക്സിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫുൾ 1000 മിസ്റ്റേക്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ ഫോളോ ചെയ്തിട്ട് DM ചെയ്താൽ മതി. ഓക്കെ ദെൻ ബൈ.